എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നുണ്ടല്ലോ കുറച്ച് ഫ്ലിപ്കാർട്ട് നെക്ലേസ് ഓർണമെന്റ്സ് ആക്സസറീസ് കളക്ഷൻ ആയിട്ടാട്ടോ. എല്ലാം നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് വന്നേക്കുന്നത്. ഒരു 200-200 താഴെ ഉള്ളത് 100 അങ്ങനെയൊക്കെയുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആക്സസറീസ് ആട്ടോ. എല്ലാം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നു ഈ ഒരു നെക്ലേസ് ആണ്. 210 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച അടിപൊളി ഒരു നെക്ലേസ്. നല്ല ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാറ്റ് ഫിനിഷാണ്. അതായത് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൊന്നുമല്ല, നല്ലൊരു ഫിനിഷ്. നല്ല ഡാർക്ക് കളറിൽ റെഡും ഗ്രീനും സ്റ്റോൺ വരുന്നുണ്ട്. ഒരു ദേവിയുടെ പടമാണ് ഇതിലിങ്ങനെ വന്നേക്കുന്നത്, ഈ കോയിൻ പോലെ വന്നേക്കുന്നത്. ഇതിൻ്റെ തന്നെ ജുമുക്കയുണ്ട്. ജുമുക്കയിലും ദേവിയുടെ പടമാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളി ജുമുക്ക. ഒരു മീഡിയം സൈസാട്ടോ ജുമുക്ക വന്നേക്കുന്നത്. ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിക്ചറിൽ കാണിച്ച എക്സാക്ട് സെയിം ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതിൻ്റെ ക്വാളിറ്റിയാണ് അത്ര ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഫിനിഷ് വന്നപ്പോൾ തന്നെ നല്ല ലുക്കുണ്ട്. അപ്കമിങ് ബ്രൈഡ്സിനൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്യാം, ഇല്ലേ ഡാൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഇച്ചിരി വലിയ ടൈപ്പ് മാലയാണ്. അതായത് നോർമൽ യൂസിന് അത്രയും ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഇടാനാണെങ്കിൽ ഓക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സാരി കൊടുത്ത് ഇട്ടായിരുന്നു. എപ്പോഴും സാരി കൊടുത്ത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അടിപൊളിയല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു കോംബോ സെറ്റാണ്. അതായത് 190 റുപ്പീസിന് 2 മാല. ഒരു മാലയ്ക്ക് 95 റുപ്പീസേ ആവുന്നുള്ളൂ. 190 റുപ്പീസിന് ഇത് 2 മാല വരുന്ന കോംബോ ഓഫർ വേർത്താണ്. കാരണം എൻ്റെ മാല അതായത് ക്വാളിറ്റി അത്ര സൂപ്പറാണ്. ഞാൻ കാണിച്ചു തരാമേ. ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോൺ വരുന്നതാണ്. പക്ഷെ പിക്ചറിൽ ഇച്ചിരി ഡാർക്ക് സ്റ്റോൺ ആയിരുന്നു. നേരിട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലൈറ്റ് കളറായി. പിന്നെ പിക്ചറിലുണ്ടല്ലോ ഈ സ്റ്റോൺ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഇല്ലായിരുന്നു. അതിങ്ങനെ ഇത് കണ്ടോ, ഈ മിഡിൽ വൺ ഇരിക്കുന്നത് കണ്ടോ, ഈ ചേർന്ന് അതുപോലെയായിരുന്നു എല്ലാം ഇരുന്നത് പിക്ചറിനകത്ത്. പക്ഷെ വന്നപ്പം ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. പക്ഷെ എന്നാലും കൊള്ളാം. 95 റുപ്പീസിന് ഈ മാല വേർത്താണ്. ഈ പിക്ചർ കണ്ടിട്ട് ഇത് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കമ്പാരിസൺ വന്നത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ജുംക്ക, ഇത് ചെറിയ ജുംക്കയാണ്. അതായത് അത്രയും വലുതല്ല ചെറുതുമല്ല, ഒരു മീഡിയം താഴെ ഒരു സൈസ് വരും. ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ജുംക്ക. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗോൾഡ് കളർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗോൾഡ് കളറാണ്. ഒരു ഗ്ലോസി ഫിനിഷാണ്, മാറ്റ് ഫിനിഷ് അല്ല. ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നൊരു ഗോൾഡില്ലേ, ആ ഒരു കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇതിഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന നെക്സ്റ്റ് മാലയാണ് അതായത് കഴുത്തി വിടുമ്പോൾ നന്നായിട്ട് കിടക്കും. കയ്യിലിരുന്നോണ്ടാണ് ഈ വളഞ്ഞു പോകുന്നത്. നല്ല മാലയാണ്. ഇത് മാറ്റ് ഫിനിഷ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഗ്ലോസി ഫിനിഷ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടിൻ്റെ മീഡിയം നിൽക്കുന്ന ഒരു ആണ് വന്നേക്കുന്നത്. അതായത് അത്രയും തെളിഞ്ഞ് നിൽക്കുന്ന ഗോൾഡ് കളർ അല്ല. നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് നോർമൽ യൂസ്, അത് നമുക്ക് അത്യാവശ്യം അമ്പലത്തിൽ പോകുമ്പോൾ ജസ്റ്റ് പരിപാടികൾക്ക് കല്യാണത്തിനൊക്കെ ഒത്തിരി ലൗഡ് അല്ലാത്ത രീതിയിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു നെക്ലേസ് ആണ് ഇത്. ഇതിൻ്റെ തന്നെ ഇയറിങ്സ് വരുന്നുണ്ട്. ഇയറിങ് ഭയങ്കര സ്മോളാണ്. ഇതിൻ്റെ തന്നെ സെയിം വർക്ക് വരുന്ന സ്മോൾ ഇയറിംഗ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇത്രയും ചെറുത്തിടാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും വലുതിടണം. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അല്ലേ. പിക്ചറിൽ കാണിച്ച എക്സാക്ട് സെയിം ആണ് വന്നേക്കുന്നത്. നല്ല നെക്ലേസ് ആണ്. ഇയറിങ്ങും ക്യൂട്ടായിട്ടുണ്ട്. ഒത്തിരി ലൗഡ് അല്ലാത്ത മിനിമൽ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇത് കറക്റ്റ് ആണെന്ന് എനിക്ക് കാണാൻ മേല. ഞാനിവിടെ കണ്ണാടി ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട്
എനിക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 220 രൂപയ്ക്ക് ഞാൻ മേടിച്ച ഒരു അടുത്ത നെക്ലേസ് ആട്ടോ. ഇതും അടിപൊളിയാണ്. ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പറാണ്. നല്ല ക്വാളിറ്റി, നല്ലൊരു പീക്കോക്കിൻ്റെ വർക്കാണ് വന്നേക്കുന്നത്. പിക്ചറിൽ കാണിച്ച എക്സാക്ട് സെയിം ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷ് നല്ല മാറ്റ് ഫിനിഷാണ്. അതായത് മറ്റേ ആൻറ്റിക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇല്ലേ, ഈ ബ്രൈഡ്സ് ഒക്കെ ഇപ്പോൾ ഇടുന്ന ടെമ്പിൾ വർക്കായിട്ട് വരുന്ന അതിൻ്റെ അതേ കളറാട്ടോ വരുന്നത്. നല്ല ഈ ബ്രൈറ്റ് ഗോൾഡ് കളർ അല്ല, ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ഗോൾഡ് കളറാണ്. ഇതിൻ്റെ ഇയറിങ്ങും ഷർട്ട് ഇയറിങ്സ് ആട്ടോ ഇതിന് വരുന്നത്. അതും മയിലിൻ്റെ പ്രിന്റ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 152 രൂപയ്ക്ക് ഞാൻ മേടിച്ച ഒരു ജിംക സെറ്റ് ആട്ടോ. അതായത് 4 ജുംകാസ് ആണ് ഈ 152 രൂപയ്ക്ക് വരുന്നത്. ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. ഇതിൽ കുറച്ച് സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇവിടെ ഒരു മിറർ ഒക്കെ ഉണ്ട്. തേർഡ് വൺ, എനിക്കിതിൻ്റെ ഈ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ചെവി കിടന്ന് ഈ കമ്മലാടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, എന്ത് സുഖമെന്ന് അറിയാമോ കേൾക്കാനായിട്ട്. അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഫോർത്ത് വൺ ഒരു മയിൽപ്പീലിയുടെ ഒരു പ്രിൻ്റൊക്കെ ആട്ടോ അവിടെ വന്നേക്കുന്നത്. ഇത് ഓരോന്നും ഞാൻ ഇട്ട് കാണിക്കണില്ല. നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയാണ്. 150 രൂപയ്ക്ക് 4 എണ്ണം ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 76 രൂപയുടെ ഒരു നെക്ലേസ് ആട്ടോ. ഇത് അത്യാവശ്യം നല്ല എല്ലാം തന്നെ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഓർണമെന്റ്സ് ആക്സസറീസ് ഒന്നും കുറ്റം പറയാനില്ല, എന്ത് കാണിച്ചാലും നല്ലതാണ്. ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ചോക്കറാണ്. അതായത് ഇത്രയും മുകളിൽ ഇടാൻ പറ്റുള്ളൂ. 76 രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 2 എണ്ണം ഒന്നിച്ച് അത് കിട്ടുള്ളൂ. ഒരെണ്ണം സിംഗിൾ പീസായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ എമൗണ്ട് കുറവായിട്ടായിരിക്കും 2 എണ്ണം ഒന്നിച്ച് അത് പാക്ക് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 എണ്ണം ഒന്നിച്ച് മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ മേടിച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്താലും മതി. ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല കുറേ സ്റ്റോൺ വരുന്നുണ്ട്. നല്ല പിങ്ക്, ഗ്രീന്, വൈറ്റ് സ്റ്റോണൊക്കെ വന്ന് നല്ലതാണ്. ഫിനിഷിംഗ് ഒക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആകെ പ്രശ്നം 2 എണ്ണം ഒന്നിച്ച് വരും. നിങ്ങൾക്ക് 2 എണ്ണം കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഇത് മേടിച്ചിട്ട് കാര്യമുള്ളൂ. ഒരെണ്ണമായിട്ട് ഇത് കിട്ടില്ല. അത് തന്നെ സെയിം ഒരെണ്ണം കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ. അടുത്തത് 137 രൂപയ്ക്ക് മേടിച്ച ഒരു ഇയറിങ്സിൻ്റെ സെറ്റാട്ടോ. ഇതിൽ 5 പെയർ ഇയറിങ്സ് വരുന്നുണ്ട്. 5 പെയർ. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, പിന്നെ മുത്ത് വെച്ചിട്ട്, പിന്നെ വേറെ ഇതിൻ്റെ ഒരു കളർ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒരു ഭയങ്കര മാറ്റ് ഫിനിഷ് പോലെ, ഇച്ചിരി ലൈറ്റ്. ഇതും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി നല്ലതാണ്. നിങ്ങൾക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടുമ്പോൾ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര സൂപ്പറാണ്. ഈ ഗോൾഡ് ഇടുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഗോൾഡ് കളർ ആക്സസറീസ് ഇങ്ങനെ മിനിമൽ ആയിട്ടുള്ള ഇടുമ്പോൾ നമുക്കൊരു നല്ലൊരു ലുക്ക് കിട്ടും. ഞാനെപ്പോഴും പറയും റിച്ച് ലുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടാനായിട്ട്. ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ഗോൾഡിൻ്റെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നും ഞാൻ പോയി കടയിൽ പോയി ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ റിങ്ങിൻ്റെ ഞാൻ പോയിട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പോയി ആ കടയിൽ പോയി മേടിക്കും. 15 രൂപയായിരുന്നു. അപ്പോൾ അതിൻ്റെ കളർ പോകുമ്പോൾ അടുത്ത് പോയിട്ട് പിന്നെയും മേടിക്കും 15 രൂപ. അങ്ങനെ മേടിച്ച് മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം ഹസ്ബൻഡിനോട് ചോദിച്ചു, നമുക്ക് എങ്ങനെയെങ്കിലും ഒരെണ്ണം മേടിക്കാമെന്നും പറഞ്ഞിട്ട് അതേ സെയിം തന്നെ ഞാൻ ഗോൾഡിൻ്റെ മേടിച്ച് വെച്ചു. കാരണം എന്നും കടയിൽ പോയി നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. എന്തോ ഒരു പഴയതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നതൊക്കെ കൊടുത്ത് ഞാൻ മേടിച്ച് വെച്ച്. അപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 267 രൂപയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തത് കാണാമോ, ഈ ഒരു നെക്ലേസ് ആയിരുന്നു. വൈറ്റ് സ്റ്റോണ്, വൈറ്റ് പേൾസ് ഒക്കെ വരുന്നത്.
പക്ഷെ എൻ്റെ കൈ കിട്ടിയത് ഈ ഒരു നെക്ലേസ് ആയിരുന്നു. പക്ഷെ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു വെറൈറ്റി ഡിസൈൻ ഉണ്ട്. ഇത് അത്ര ട്രഡീഷണലും അല്ല, മോഡേൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു നെക്ലേസ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ എവിടേക്കോ ഇച്ചിരി കളറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പെട്ടെന്ന് അറിയില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ കളറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താണ് അവരങ്ങനെ മാറി അയച്ചത്? അവരുടെ ആ ഒരു പേജിൽ പോലും ഞാനിങ്ങനെ ഒരു മാല കണ്ടിട്ടില്ല. പക്ഷെ സാധനം മൊത്തത്തിൽ മാറി വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുറ്റമൊന്നും പറയാനില്ല, മാറി വന്നതിലും ഞാൻ ഹാപ്പിയാണ്. ഇതാണ് 267 രൂപയുടെ മാറി വന്ന മാല. ഇതാണ് ഇതിൻ്റെ കമ്മൽ കൊള്ളാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. മാലയും കൊള്ളാം, മാറി വന്നാലും ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ആക്സസറീസ് ഇങ്ങനത്തെയൊക്കെ മാറി വന്നാലും നല്ല ഭംഗിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനല്ലേ? എങ്ങനെ നമ്മൾ തിരിച്ചയക്കും ഇതൊക്കെ? പിന്നെ അടുക്കത്തെ മാത്രം ഇച്ചിരി വലുതാണ്, പിന്നെ ചെറുതായി വരുന്ന ടൈപ്പ് മോഡൽ. കൊള്ളാം. പിന്നെ കമ്മല്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതും ട്രഡീഷണൽ ലുക്ക് അല്ല, അല്ലാതെ ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് 168 രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയത്. 168 രൂപയ്ക്ക് നെക്ലേസും ഇതിൻ്റെ ഇയറിങ്സ്. ഇതിങ്ങനെ അനങ്ങൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഇയറിങ്സ് ആണ്. ഇതിലെല്ലാം സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇതും കൊള്ളാട്ടോ, നല്ല ക്വാളിറ്റിയാണ്. എല്ലാത്തിൻ്റെയും ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണോ എന്തോ, എനിക്കൊന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. അത്യാവശ്യം അഫോർഡബിൾ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഫ്ലിപ്കാർട്ട് ആക്സസറീസ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഹോൾ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റും ചെയ്യാം. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവുമേ.